ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇങ്ങനെയുള്ള മേൽപ്പത്തൂർ വിരചിതമായ ശ്രീമൻ നാരായണീയമാകുന്ന സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് 9ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകമാണ് നാം ഇപ്പോൾ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകപാരായണം, പിന്നെ അതിൻ്റെ അർത്ഥം, അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം ചൊല്ലി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിലുള്ള ശ്രീഹരിയം എന്ന ഭാഷാഗാനം പാടി നമുക്ക് സമർപ്പിക്കാം. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വനാ സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീസ്ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. അമുഷ്യ സരോരുഹ കിമപി കാരണം സംഭവേൽഹി ഇതി സ്മ കൃതനിശ്ചയാ പ്രൗഢധീ സാ ഖലു സ്വയോഗബലവിദ്യയാ നാളരന്ധ്രാധ്വനാ സമവരൂഢവാൻ അതിമോഹനം ത്വദീയം കളേബരം തു ന ദൃഷ്ടവാൻ. ബ്രഹ്മാവിൻ്റെ ജന്മത്തെക്കുറിച്ച്, ബ്രഹ്മാവിൻ്റെ തപസ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ബ്രഹ്മാവ് താൻ ജനിച്ച താമരപ്പൂവിൻ്റെ കാരണമെവിടെയാണ്
എന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട് ചുറ്റും നോക്കിയെന്നും അങ്ങനെ നാൻമുഖനായി മാറി എന്നും പറഞ്ഞു. പിന്നീട് ആ താമരപ്പൂവിൻ്റെ കേവലമായി തന്നെ അതിനെ കണ്ടു. ആ താമരപ്പൂവിന് ആശ്രയമായിരിക്കുന്ന അവിടുത്തെ സ്വരൂപത്തെ കാണാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ആരാണ്, ഈ താമരപ്പൂവ് എന്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അമുഷ്യ സരോരുഹ കിമപി കാരണം സംഭവേൽഹി. എന്തായാലും ഒരു കാര്യത്തിന് ഒരു കാരണം ഉണ്ടാവും അല്ലേ? താമരപ്പൂവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ താമരപ്പൂവ് എവിടെ നിന്നുണ്ടായി? ഈ താമരപ്പൂവിന് ഒരു ആശ്രയം, കാരണം സംഭവേധി, തീർച്ചയായും ഉണ്ടാവും. ഇതിസ്മ കൃതനിശ്ചയ പ്രൗഢധീ സാ ഖലു. അങ്ങനെ ഉറപ്പിച്ചിട്ട് ഇതിസ്മ കൃതനിശ്ചയ, നിശ്ചയിച്ചിട്ട് പ്രൗഢധി, ബുദ്ധി സാമർഥ്യമുള്ള ആളാണ്. പ്രൗഢമായ ധീയോടുകൂടിയവൻ, പ്രൗഢധീ ബുദ്ധിയോടുകൂടിയവൻ. സാ ഖലു, അദ്ദേഹം അങ്ങനെയാണ്. ആ പത്മജൻ അല്ലെങ്കിൽ ആ നാൻമുഖൻ. സ്വയോഗബലവിദ്യയാ നാളരന്ധ്രാധ്വന സമവരൂഢവാൻ, തൻ്റെ യോഗശക്തിയോടുകൂടിയ ജ്ഞാനശക്തി കൊണ്ട് താമരത്തണ്ടിൻ്റെ സുഷിരങ്ങൾക്കിടയിലൂടെ താഴേക്ക് സമവരൂഢവാൻ, താഴേക്ക് ഇറങ്ങിപ്പോയി എന്നാണ്. യോഗശക്തി കൊണ്ട് അനുസ്വരൂപനായി മാറിയ ബ്രഹ്മാവ് താനിരുന്ന താമരയുടെ തണ്ടിലൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ അതിമോഹനം ത്വദീയം കളയബരം തുന ദൃഷ്ടവാൻ, അതിമനോഹരമായിരിക്കുന്ന അവിടുത്തെ ദിവ്യമായ ആ തിരുവുടൽ കണ്ടെത്തുക എന്നത് ഉണ്ടായില്ല, അല്ലെങ്കിൽ കാണാനായിട്ട് സാധിച്ചില്ല ബ്രഹ്മാവിന് എന്ന് പറയുന്നു. അമുഷ്യഹി സരോരുഹ കിമപി കാരണം സംഭവേദിതി സ്മ കൃതനിശ്ചയ സഖലു നാളരന്ധ്രാധ്വന സ്വയോഗബലവിദ്യയാ സമവരൂഢവാൻ പ്രൗഢധീസ്ത്വദീയമതിമോഹനം നതു കളേബരം ദൃഷ്ടവാൻ. ഇനി ഇതിൻ്റെ ഭാഷാഗാനം ശ്രീഹരിയം. നാരായണ 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 രാധാ ഗോവിന്ദ. താമര തന്നാശ്രയത്തെ കണ്ടെത്തുവാൻ ബ്രഹ്മദേവൻ താമര തൻ തണ്ടിലൂടെ താഴോട്ടിറങ്ങി. താമര സംഭവൻ പക്ഷേ കണ്ടതില്ല അവിടുത്തെ, താമരയും തൊറ്റിടുന്ന ദിവ്യപൂമേനി. നാരായണ 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 രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.